രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സോഹോയുടെ വരവ് കേരളത്തിൽ IT രംഗത്തിന് ഊർജ്ജം പകരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സോഹോ വികസനത്തിന്റെ ചുവടുവയ്പാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രാദേശിക തലത്തിൽ യുവതയുടെ തൊഴിൽ നൈപുണ്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സോഹോ കോർപ്പറേഷന്റെ കേരളത്തിലെ ആദ്യ IT കേന്ദ്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത്. സോഹോ കോർപ്പറേഷന് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിൽ IT വികസനം പുതിയ തലത്തിലാണെന്നും കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് പൊതുവിൽ IT രംഗത്തിന് പ്രത്യേകിച്ചും ഊർജം പകരുന്ന ഒന്നാകും ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോഹോ കോർപ്പറേഷന് അവരുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കരയിൽ പ്രവർത്തനം തുടങ്ങിയത് കേരളത്തിനാകെ അഭിമാനകരമെന്ന മന്ത്രി KN ബാലഗോപാൽ. ഇത് നമുക്ക് വളരെ അഭിമാനകരമായ നമ്മുടെ നാടിന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ആദ്യ ചുവടുവെപ്പാണ് ഇവിടെ സോഹോയുടെ ഈ ക്യാമ്പസ്. കേരളത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ ചെറുപ്പക്കാരുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മേന്മ അവകാശപ്പെടുന്ന കഴിയുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ പുതിയ ധാരാളം സ്ഥാപനങ്ങൾ വരാൻ ഈ പുതിയ കാലഘട്ടത്തിൽ കഴിയും. അതിന്റെ ഒരു ചുവടുവെപ്പ് എന്ന നിലയിൽ ഇവിടെ ഈ സോഹോയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് സന്തോഷകരമാണ്. റോബോട്ടിക്സ് രംഗത്തുള്ള കമ്പനിയെ ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനവും കൊട്ടാരക്കരയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. സംരംഭത്തിലൂടെ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 250 പേർക്ക് തൊഴിൽ ലഭിക്കും. ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥ്, IT സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക, സോഹോ കോർപ്പറേഷൻ CEO ശൈലേഷ് കുമാർ ദാവെ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊല്ലം.